പ്രിയ സുജനങ്ങളെ, സാദര നമസ്കാരം. നാശത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത് ക്ഷേത്രം. അപ്പൊ എനിക്ക് വലിയ പ്രോബ്ലംസ് ജീവിതത്തിലുണ്ട്. ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ഈ പ്രശ്നമൊക്കെ തീരുവോ? 10 ലക്ഷം രൂപയുടെ കടമുണ്ട്, ഒരു പണിക്കും പോകുന്നില്ല. ലോകനാർക്കാവിലമ്മേ എന്റെ കടം വീട്ടു. അമ്മ ഒരു ചെക്കിങ് കൊണ്ട് തരുവാ, ഇതാ മോനെ പിടിച്ചോർമ്മയിട്ട്. നമ്മളുണ്ടാക്കിയ കട ആര് വീട്ടണം? നമ്മൾ തന്നെ വീട്ടണം. നമുക്ക് ഈ കണ്ണ് തന്നിട്ടുണ്ട്, തെളിഞ്ഞ ബുദ്ധി തന്നിട്ടുണ്ട്, കൈകളും കാലുകളും തന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള ശേഷി തന്നിട്ടുണ്ട്, ഉയരുവാനും താഴുവാനുള്ള സാഹചര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പൊ മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഉയരാം താഴാം. ആരാ തീരുമാനിക്കുന്നത്? കയ്യിലെടുക്കുന്നവനാണ്. ഒരു കത്തി കയ്യിലുണ്ടെങ്കിൽ ഒരാളുടെ കഴുത്ത് കട്ട് ചെയ്യാം, ആപ്പിളും കട്ട് ചെയ്യാം. തീരുമാനിക്കുന്ന കത്തിയാണോ? നിങ്ങൾ എന്തിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊരു അടിസ്ഥാനത്തിലാണ് നമുക്ക് ഉയരുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ദ്യോതനാഥ് ദൈവം. എന്താണ് ദ്യോത്? ഒന്ന് പറയൂ. ദ്യോതനാഥ്, ദ്യോതിപ്പിക്കുന്നത്. ദ്യോതിപ്പിക്കുക എന്താ അർത്ഥം? പ്രകാശിപ്പിക്കുക. നമ്മുടെ ഉള്ളിൽ നന്മകളെ, സത്യത്തെ പ്രകാശിപ്പിക്കുന്ന ആ സത്യത്തെയാണ് നമ്മൾ പറയുന്നത് ദൈവം. അല്ലാതെ ദൈവം അങ്ങ് ആകാശത്ത് എവിടെയോ ഇങ്ങനെ നിന്നിട്ട് ആ പട്ടി ഉണ്ടാവട്ടെ, പൂച്ച ഉണ്ടാവട്ടെ എന്ന് പറയുന്ന ആളൊന്നുമല്ല. ഞാനിപ്പോ തണ്ണിപ്പന്തലൂടെ വരുമ്പോൾ ഒരു പട്ടി പ്രസവിച്ചിരിക്കുന്നത് ഒരു 10-25 എണ്ണത്തിന്. അതിന് ഒരു പട്ടീനാണെന്ന് എനിക്കറിയില്ല, ഒരു 10-25 കുഞ്ഞുങ്ങൾ. അപ്പൊ ഈ പട്ടിയെ ഇന്ന് പ്രസവിപ്പിച്ചത് ദൈവമാണോ? എന്നിട്ട് ലോറി കയറി കുറെ കുട്ടികൾ മരിച്ചു പോകണം, അങ്ങനെയാണോ? അങ്ങനെയല്ല. നമ്മുടെ സങ്കല്പത്തിൽ ദൈവം ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ ശക്തിയല്ല. അത് മതങ്ങളുടെ കാഴ്ചപ്പാടാണ്. ആകാശത്തിൽ എവിടെ ഒരു സ്വർണത്തിന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് പട്ടി ഉണ്ടാവട്ടെ, പൂച്ച ഉണ്ടാവട്ടെ, നീ ഉണ്ടാവട്ടെ, ഞാനുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കാൻ ഇത്ര കാലയളവ് ഭൂമിയിൽ നൽകി മരിച്ചു കഴിഞ്ഞാൽ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന ഒരു സൂപ്പർ ശക്തിയല്ല ഹിന്ദുവിലാര്? ദൈവം. അതുകൊണ്ടാണ് ഈശാവസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഈശ്വരൻ എവിടെയുണ്ട്? സർവചരാചരങ്ങളിലുമുണ്ട്. അണോരണീയാൻ മഹതോ മഹീയാൻ. ഏറ്റവും ചെറുതിൽ ചെറുതായിട്ട് ഞാനുണ്ട്, ഏറ്റവും വലുതിൽ വലുതായിട്ട് ഞാനുണ്ട്. ആത്മാവിന്റെ രൂപത്തിൽ സർവജീവജാലങ്ങളിൽ ഞാനുണ്ട്. തത്വമസി. ഇപ്പൊ കാണാൻ വലത് പോകുമ്പോ അത് ഞാനുമാകും, നീയാണത്. അഹം ബ്രഹ്മാസ്മി, അത് ഞാനുമാണ്. ഇതാണ് ഹിന്ദുവിന്റെ അദ്വൈത വേദാന്തം. എം അക്ബറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞങ്ങളുടെ ഖുറാനിൽ പറയും ഏകദൈവം, നിങ്ങളുടെ വേദങ്ങളിൽ പറയും ഏകദൈവം. ഇത് കടലും കടലാണിയും പോലെയാണ്, ഒരു ബന്ധവുമില്ല. ഏകദൈവം എന്ന വാക്ക് വേദത്തിൽ എവിടെയില്ല. ബ്രഹ്മമാണ് ഈശ്വരൻ. ഈശ്വരൻ 3 പേരിലാണ് വിളിക്കുന്നത് നമ്മൾ. ബ്രഹ്മം, പരമാത്മാവ്, ഈശ്വരൻ. ഈശ്വരൻ ഏകനാണ്. ഏകമേവം അദ്വിതീയം ബ്രഹ്മ. രണ്ടില്ലാത്ത ഒന്ന്. അതുകൊണ്ടാണ് അദ്വിതീയം. ദ്വൈതം 2, അദ്വൈതം 1. ഒന്ന് എന്നല്ല പറഞ്ഞത്, രണ്ടില്ലാത്ത ഒന്ന്. നമ്മൾ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കല്ല, ഒന്നേ ഉള്ളൂ. അപ്പൊ നമ്മളോട് ആചാരം പറയാണ് രണ്ടില്ലാത്ത ഒന്ന്. പിന്നെ നമ്മൾ അങ്ങോട്ട് ചോദ്യം ഉണ്ടാകൊണ്ട് എല്ലാ ചോദ്യവും അവിടെ തീർന്നു. ഒന്നേയുള്ളൂ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സംശയം വരുമോ? ഒന്നേയുള്ളൂ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചോദ്യം വരുമോ? ശിഷ്യന്റെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് ചോദ്യത്തിന്റെ എല്ലാ സകല സാധ്യതകളെയും അടച്ചിട്ടുള്ള മറുപടിയാണ് ഏകമേവം അദ്വിതീയം, രണ്ടില്ലാത്ത ഒന്ന്. അതാണ് ഹിന്ദുവിലെ ഏക ഈശ്വരൻ. അത് മതങ്ങളുടെ ദൈവമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഇത് കമ്പയറിംഗ് സ്റ്റഡി കൂടിയാണ് നമ്മുടെ ഗീതാ പഠനം. ഖുറാനും ബൈബിളും ഭഗവത്ഗീതയിലൊക്കെ നന്മകൾ നമ്മൾ സ്വീകരിക്കണം, പക്ഷേ യുക്തിക്ക് ചേരാൻ തള്ളിക്കളയണം. ആരായിരിക്കണം ഒരു ഹിന്ദു? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ശ്ലോകം പറഞ്ഞല്ലോ, ഹിന്ദുവിന്റെ ഡെഫിനിഷൻ പറഞ്ഞോളൂ. യുക്തിയുക്തം ഉപാദേയം വചനം ബാലകാതപി. യുക്തിയുക്തമായത് പിഞ്ചു കുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കണം. അന്യത് യുക്തിരഹിതമായത്. തൃണമിവ ത്യാജ്യം. തൃണം പുല്ല് പോലെ വലിച്ചെറിയണം. അപ്യുക്തം പത്മജന്മന. സാക്ഷാൽ ബ്രഹ്മാവ് വന്നിട്ട് നമ്മുടെ ബുദ്ധിക്ക് ചേരാത്തത് പറഞ്ഞാൽ ബ്രഹ്മാവിനോട് എന്ത് പറയണം? ഗെറ്റ് ഔട്ട്. ഇത് പറയാൻ സ്വാതന്ത്ര്യമുള്ളവന്റെ പേരാണ് എന്ത്? ഹിന്ദു. ഈ യുക്തിബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. ഞാൻ ഭഗവത്ഗീത പഠിക്കുന്നവരോടാണ് യുക്തിബോധം സംസാരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലെ സാധാരണ ഭക്തന്റെ കയ്യിൽ പോയിട്ട് യുക്തിയുക്തം ഉപാധേയം എന്നൊന്നും പറഞ്ഞാൽ അവൻ മനസ്സിലാവില്ല. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിന് എത്ര പേരുണ്ടാവും? ലക്ഷക്കണക്കിന് പേരുണ്ടാവും. അവിടെ ഇപ്പൊ എന്താ നടക്കുന്നത്? നാമജപ. എന്താ നടക്കുന്നത്? വമ്പിച്ച വെടിമരുന്ന് പ്രയോഗവും ആനയും പാറമേൽക്കാവിലും മറ്റേ ഇല്ലേ ഇവർ തമ്മിലുള്ള ഗംഭീരമായ ആരോഗ്യകരമായ മത്സരം. പൂരം കാണാൻ നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ചെല്ലും.
ഇനി അടുത്ത കൊല്ലം അവിടെ നാമജപം. എത്ര പേരുണ്ടാവും? പൂരം ഇല്ല, പൂരം നിർത്തി. പകരം എന്തായി? ഹരേ രാമ ഹരേ രാമ അല്ലേ? ആരുണ്ടാവും? കുറച്ച് നമ്മുടെ മുത്തശ്ശിമാരും വീട്ടിൽ പണിയൊന്നും ഇല്ലാത്ത കുറച്ച് മുത്തശ്ശന്മാരൊക്കെ അല്ലേ, അവിടെ ചെന്നിട്ട് ഹരേ രാമ 100-150 പക്ഷേ 10-50 ആനയും ഒരു 1-2 കോടിയുടെ വെടിമരുന്നുണ്ടെങ്കിൽ എത്ര പേരുണ്ടാവും? ആനയുടെ കാലിന്റെ അടുത്ത് പോലും ആളുണ്ടാവും അല്ലേ? അപ്പൊ എല്ലാ തലത്തിലുള്ള ആളുകൾക്കുള്ളതും ഹിന്ദുവിലുണ്ട്. ഒരു സദ്യ ഞങ്ങൾ കഴിഞ്ഞ 2 മാസം മുമ്പ് ആറന്മുള വള്ള സദ്യ കഴിക്കാൻ പോയി. ഒരു പുഷ്പേച്ചി എന്ന് പറഞ്ഞൊരു ഏച്ചിയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഏച്ചിയാണ്. ഏച്ചിയുടെ വക അവരുടെ കുടുംബത്തിന് ഒരു സ്പോൺസർഷിപ്പാണ്. അപ്പൊ 250 പേർക്ക് കഴിയാം. അപ്പൊ ഞങ്ങൾക്ക് 30 പേർക്കാണ് അവസരം ഉള്ളത്. ഞങ്ങളുടെ പ്രധാന കാര്യകർത്താക്കളൊക്കെ അവിടെ പോയി. ആറന്മുള വള്ള സദ്യ കഴിച്ചവർ കൈവെടുത്തു. ഒരാള് 2 ആള് ജീവിതത്തിന്റെ കാൽഭാഗം പോയി. ഒന്ന് കഴിക്കണതൊക്കെ ആറന്മുള വള്ള സദ്യയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. 64 വിഭവങ്ങൾ. ഇതൊന്നുമല്ല, ഈ വള്ള സദ്യ ആ കഴിക്കുന്ന രീതിയാണ്. പള്ളിയോടത്തിൽ സദ്യയുമായിട്ട് വരുന്ന ഒരു ടീമുണ്ട്. ഓരോ കരക്കാർക്ക് ഓരോ ടീമാണ്. അവരിങ്ങനെ ഗംഭീരമായ ഭഗവാന്റെ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ വന്ന് അവിടെ കൂടെ നമ്മളിങ്ങനെ ആനയിച്ച് നമ്മൾ അവരെയും കൊണ്ടുപോയി നമ്മൾ കഴിക്കേണ്ട ഭക്ഷണ സ്ഥലത്തെത്തുന്ന സമയത്ത് ഈ വിഭവങ്ങളൊക്കെ നമുക്ക് വിളമ്പിയിട്ട് ഈശ്വരീയമായ ഒരുപാട് പാട്ടുകളൊക്കെ പാടി, അച്ചാറിനൊക്കെ നിങ്ങൾ അച്ചാറുണ്ടോ എന്നും ചോദിക്കരുത്. അതിന് വേറൊരു സ്ലാങ്ങാണ്. ഒരു പ്രത്യേകതരമായ അനുഭൂതിയിലൂടെയാണ് നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണമൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ. നമ്മൾ ക്ഷേത്രത്തിൽ അന്നദാനത്തിന് പോകുന്ന വീട്ടിൽ പട്ടിനായിട്ടാ, ഭഗവാന്റെ പ്രസാദമായതുകൊണ്ട് പോകുന്നല്ലേ. അപ്പൊ ആറന്മുള വള്ളസദ്യ ഒക്കെ നോക്കണം കേട്ടോ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടാ? പോയവർ കൈ പോകും. നിങ്ങൾ കോഴിക്കൊണ്ടപ്പുറം പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെല്ലാം കാണും. മഹാക്ഷേത്രങ്ങൾ അങ്ങ് അവിടെ ഒന്നുമല്ല, കേരളത്തിൽ ഇഷ്ടംപോലെ എടുക്കല്ലേ. തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയവർ യെസ് ഇഷ്ടം പോലെ. ഗുരുവായൂർ പോയവര് ഏറെക്കുറെ ഉണ്ട് അല്ലേ. ശബരിമലക്ക് പോയവര് ഏറെക്കുറെ ഉണ്ട്. കാടാമ്പുഴ പോയവര്, കുലോനാഥ് കാവുബോധിന്റെ അടുത്ത് പോയവര് ഓക്കെ താത്തിക്കോളും. അപ്പൊ നമ്മൾ ആറന്മുള ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണ്. അപ്പൊ ക്ഷേത്രം ഇതുകൂടി പഠിച്ചിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക്. ക്ഷേത്രം ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്രം. ക്ഷയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത് ക്ഷേത്രം. എൻ്റെ എല്ലാ നാശങ്ങളുടെയും കാരണക്കാരൻ ഞാനാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചയുടെയും കാരണക്കാരൻ ഞാനാണ്. എൻ്റെ ജീവിതത്തെ താഴ്ത്തുന്നത് ഞാനാണ്, എൻ്റെ ജീവിതത്തെ ഉയർത്തുന്നത് ഞാനാണ്. എൻ്റെ ജീവിതത്തിലെ മിസ്റ്റേക്കുകളുടെ ഉത്തരവാദിത്വം ഞാനാണ്. എൻ്റെ മിസ്റ്റേക്കുകളെ കണ്ടെത്തി തിരുത്തുവാണ് ഉത്തരവാദിത്വവും എൻ്റെതാണ്. ഞാൻ പഠിക്കാതിരുന്നത് എൻ്റെ കുഴപ്പമായിരുന്നു. അതുകൊണ്ടാണ് SSLCക്ക് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടാതെ പോയത്. +1 എന്തെടുക്കണം, +2 കഴിഞ്ഞ ശേഷം എന്തെടുക്കണം എന്ന് അറിയാതെ പോയത് എൻ്റെ കുഴപ്പമാണ്. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു. അതിനുശേഷമാണ് ഞാൻ പിന്നീട് ആഗ്രഹിച്ചത് എനിക്ക് ഡോക്ടറായാൽ മതിയായിരുന്നു. എഞ്ചിനീയറിംഗ് പഠിച്ചാൽ ഡോക്ടറാവാൻ പറ്റില്ല എന്ന് പിന്നീട് മനസ്സിലായി. സ്കൂളിൽ ചെന്ന് തന്നെ മാഷാകണമെന്ന് പറഞ്ഞപ്പോഴാണ് അവിടുന്ന് പറയുന്നത് നിങ്ങൾ B.Ed കഴിയണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് B.Ed കഴിഞ്ഞാൽ മാഷാകാൻ പറ്റുള്ളൂ. അപ്പൊ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിലെ ആകെ ടോട്ടലി കൺഫ്യൂഷനാണ്. ഈ കൺഫ്യൂഷന്റെ ഉത്തരവാദി ഗുരുവരപ്പന ആരാ? ഇതിന്റെ ഉത്തരവാദി ദൈവം അല്ല, നമ്മളാണ്. ക്ലാരിറ്റി ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ, കൺഫർമേഷൻ, ഡിസിഷൻ, ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഓർക്കണം. ദശരഥ മഹാരാജാവ് അമ്പെയ്യുന്നതിന് മുമ്പ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ആന വെള്ളം കുടിക്കുന്നതാണെന്ന് അദ്ദേഹം അങ്ങോട്ട് ഉറപ്പിച്ചു. പക്ഷേ അമ്പ് ചെന്ന് തറച്ചത് എവിടെയാ? താപസുമാന്റെ നെഞ്ചത്തല്ലേ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൺഫർമേഷൻ ഉണ്ടാവും. മീൻസ് ഇവിടുന്ന് ഹൈവേയിലേക്ക് ഇറങ്ങിയാൽ വടകരയ്ക്ക് എങ്ങോട്ട് പോകണം എന്ന് എനിക്കറിയില്ലെങ്കിൽ അറിയുന്നൊരുത്തനോട് ചോദിക്കണം. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഇടത്തോട്ട് പോയാലോ വടകര എത്തൂല എന്ന് മാത്രമല്ല, കണ്ണൂർ എത്തുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് കൺഫർമേഷൻ. ഡിസിഷൻ, എങ്ങനെ പോകണം അതാണ് തീരുമാനം. ഓട്ടോറിക്ഷയിൽ പോകണോ, നടന്നു പോകണമോ? കൺഫ്യൂഷൻ, കൺഫർമേഷൻ, ഡിസിഷൻ. രാമായണത്തിൽ ഒരൊറ്റ പാടായത്. രാമായണം എന്ന് പറഞ്ഞാൽ 2-3 തത്വങ്ങളാണ്. നമുക്ക് പിന്നെ പഠിക്കും. ഭഗവത്ഗീത കഴിഞ്ഞ് രാമായണം പഠിക്കും. വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ് രാമായണം. അപ്പൊ കൺഫ്യൂഷൻ, കൺഫർമേഷൻ, ഡിസിഷൻ ഇതെപ്പോഴും ഉണ്ടാവും ജീവിതത്തിൽ. കൺഫ്യൂസ്ഡ് ആയ ഒരു ലൈഫിൽ എപ്പോഴും. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ്. ഞാൻ പറയുന്ന ഇലക്ഷൻ അല്ല, നിങ്ങൾ ആർക്ക് വേണ്ടിയെങ്കിലും വോട്ട് ചെയ്തോളൂ. പക്ഷെ വോട്ട് ചെയ്യുന്നവൻ ഒന്ന് ചെമ്പാക്കാത്തവനായിരിക്കും. ഇത്രയേ എനിക്ക് കണ്ടീഷൻ. നമ്മുടെ പൊന്ന് ചെമ്പാക്കാത്തവനായിരിക്കണം നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് പൈസയും കൊടുത്തിട്ട് കടിക്കുന്ന നായിനെ മേടിക്കുന്ന പ്രയോഗമില്ല നമ്മുടെ നാട്ടില്ലേ. അത്രമാത്രം ആലോചിക്കുക. ഹിന്ദു വിരുദ്ധൻ എൻ്റെ വോട്ടില്ല, എൻ്റെ ധർമ്മത്തിൽ അഭിമാനിക്കാത്തവൻ എൻ്റെ വോട്ടില്ല. ഒരു രാഷ്ട്രപതിയും
ദേവസ്വം വകുപ്പ് മന്ത്രിയും അയ്യപ്പനെ കാണാൻ പോയി. രാഷ്ട്രപതി ഇരുമുടി കെട്ടുമായിട്ട് 18-ാം പടി കയറിപ്പോയി. ദേവസ്വം മന്ത്രി വണ്ടിയിൽ പുറകിലൂടെ ആടന്നു. അയ്യപ്പനെ കാണുമ്പോൾ ഏതൊരുത്തരും ഒന്നിങ്ങനെ നമസ്കരിക്കും. ദേവസ്വം മന്ത്രിയോ ജിമ്മിലായിരുന്നു മൂപ്പര്, അല്ലേ? തീർന്നില്ല, അദ്ദേഹത്തിന്റെ ഷട്ടങ്ങാൻ ആരെങ്കിലും തട്ടിപ്പോയിരുന്നുവെങ്കിൽ മുറിയായിരുന്നു, അല്ലേ? ഇങ്ങനെ കഞ്ഞിയും പശയൊക്കെ മുക്കി റെഡിയാക്കി മസിൽ പിടിച്ച് നമ്മുടെ വാസ്തവൻ അങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ലജ്ജ തോന്നിപ്പോയി ഒരു ഹിന്ദു എന്ന രീതിയിൽ. ഒരു കൊല്ലം 10,000 കോടി രൂപ കേരള സർക്കാരിന് വരുമാനം കൊടുക്കുന്ന അമ്പലാണ് ശബരിമല. 10,000 കോടി. 10,000 കോടി ഭണ്ണാരത്തിലെ പൈസ അല്ല. കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒരു ബസ് കേരളത്തിന്റെ അതിർത്തിയിലേക്ക് കയറുമ്പോൾ കൊടുക്കുന്ന ടാക്സ് മുതൽ അവരിവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ തീപ്പെട്ടിയുടെ മെഴുകുതിരിയുടെ ടാക്സ് മുതൽ ഒരു വർഷം 10,000 കോടി രൂപ കേരള സംസ്ഥാന സർക്കാരിന് സംഭാവന ചെയ്യുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണിത്. ആ ശബരിമലയോട് ഒരു മര്യാദ കാണിച്ചിട്ടുണ്ട്. പോട്ടെ, നിങ്ങൾ ആരാധകരും വിശ്വാസവും വേണ്ട. അവിടെ എത്തുമ്പോൾ ഒരു ചടങ്ങില്ലേ? നിങ്ങൾ ഇസ്ലാമിന്റെ ചടങ്ങിൽ പോയാൽ അവന്റെ തുർക്കി തുപ്പി എടുത്ത് തലയിൽ വെക്കുമല്ലോ. ക്രിസ്ത്യാനിയുടെ ചടങ്ങിൽ പോയാൽ നിങ്ങൾ അവന്റെ കുരിശെടുത്ത് കത്തിടുമല്ലോ, ഇല്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഹിന്ദുവിന്റെ അമ്പലത്തിൽ വന്നിട്ട് ഒന്നിങ്ങനെ പോട്ടെ ഇങ്ങനെയെങ്കിലും ഒന്ന് വെച്ചൂടെ? അത് വെക്കാതിരിക്കുന്നത് കൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വോട്ട് ചെയ്യലല്ല. ജീവിതത്തിൽ 5 കൊല്ലത്തേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയിലൂടെ എന്റെ രാഷ്ട്രത്തിൽ എന്ത് പരിവർത്തനം ഉണ്ടാവും ചിന്തിക്കണം. എന്റെ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ 6 ലക്ഷം ഗ്രാമങ്ങളാണ്. എന്റെ ഗ്രാമത്തിൽ പരിവർത്തനം സാധ്യമാക്കുവാൻ ഈ വ്യക്തിക്ക് സാധ്യമാണ്. അല്ലാതെ ഞാൻ അന്ധമായിട്ട് ആരാധിക്കുന്ന പാർട്ടിയുടെ ആളാണ്, ഇയാളൊരു ഭൂലോക തല്ലിപ്പൊളിയാണ്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയുടെ ചിഹ്നത്തിലാണ് ഇയാൾ മത്സരിക്കുന്നത് കൊണ്ട് ഞാൻ ബുദ്ധി കൊടുക്കുക പാടില്ല. മനുഷ്യർ പൊളിറ്റിക്കൽ എനിമൽ നോട്ട്. മനുഷ്യനൊരു രാഷ്ട്രീയ ജീവിയല്ല, നമ്മളൊരു സാംസ്കാരിക ജീവിയാണ്. 4 വാദങ്ങളല്ല ലോകത്തിൽ പ്രബലമായിട്ടുള്ളത്. മനുഷ്യനൊരു രാഷ്ട്രീയ ജീവിയാണ്, പിന്നെ മതനീതിവാദമാണ്. മതമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം, ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ. സാമ്പത്തിക ജീവിയാണ് മനുഷ്യൻ, അതാണ് കമ്മ്യൂണിസം, ഉള്ളവരും ഇല്ലാത്തവരും. പക്ഷെ നമ്മുടെ വാദം സാംസ്കാരിക വാദമാണ്. സംസ്കാര സമ്പന്നനായ ഒരു വ്യക്തിയാണ് ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്ത്. ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന് പറയും. ഉത്തരവാദിത്വമുള്ള പൗരൻ. പേഴ്സൺ എന്ന് പറഞ്ഞാൽ വ്യക്തിയാണ്. പോലീസിനെ കാണുമ്പോൾ മാത്രം ബെൽറ്റ് ഇടുന്നവൻ പേഴ്സണാണ്. പോലീസിനെ കാണുമ്പോൾ ഹെൽമെറ്റ് ഇട്ട് കൊടുക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഒരാളുണ്ട്, ഭാര്യയെ കൂടി പോവുകയാണ്. 2 പേർക്ക് ഹെൽമെറ്റ് വേണമല്ലോ. അപ്പം ഭാര്യ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്, ഭർത്താവ് ഹെൽമെറ്റ് ഹാൻഡിലാണ് വെച്ച്. നമ്മുടെ ഹാൻഡിലാണോ ഹെൽമെറ്റ് വെക്കേണ്ടത്? ഹെൽമെറ്റ് എവിടെ വെക്കുക? തലയിൽ. നമുക്ക് വേണ്ടിയിട്ടല്ലേ ഹെൽമെറ്റ്, പോലീസിന് വേണ്ടിയിട്ടാ. അപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്, ഫൈനടിക്കാൻ. സർക്കാരിനൊരു വരുമാനമായി, ഇയാളുടെ തലയ്ക്കൊരു ഇതായി. അങ്ങനെ പോലീസിനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഭയന്നു പോയത് എടി ഇതെടുത്ത് തലയിൽ വെക്കുമെന്ന് പറഞ്ഞു. ഭാര്യയുടെ കയ്യിൽ കൊടുത്തിരുന്നു ഏത്? ഹെൽമെറ്റ്, നടുക്ക ഹെൽമെറ്റ്. ഇവളെടുത്ത് ഹെൽമെറ്റ് ഒറ്റ വെക്കൽ, തിരിച്ചായിട്ട് വെച്ചത്. ഹെൽമെറ്റ് ഏത് ഭാഗം മുന്നിൽ വരേണ്ടത്? ആ ഒഴിയുള്ള ഭാഗമല്ലേ, ഗ്ലാസ്സുള്ള ഭാഗമല്ലേ? ഇത് നേരെ തിരിച്ചായി പോയി. അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് പോലീസ് വണ്ടിക്ക് കിട്ടി. നിയർ പോലീസ് വണ്ടിയുടെ അടുത്തെത്തിയപ്പോഴാണ് ഇതൊക്കെ. അപ്പൊ പോലീസുകാരെ ഒന്നും പറ്റിയൊന്നുമില്ല. അപ്പൊ പോലീസുകാരെ എണീപ്പിച്ചു, ലോകിയൊക്കെ പറഞ്ഞ് പോയി. അപ്പൊ അതിനുശേഷം എൻ്റെ സുഹൃത്താണ്. അപ്പം ഭാര്യ പറയാ, ഈ മനുഷ്യനോട് തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞാൽ എന്ത് ചെയ്യൂല, ഹെൽമെറ്റ് വെക്കൂല. ഇപ്പം മനസ്സിലായി, ഞാൻ അറിഞ്ഞുകൊണ്ട് വെച്ചതാണ്. അല്ല, ഏതാ പറ്റിയതാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് വെച്ചതെന്ന് പറഞ്ഞ കുറെ ഡയലോഗ് നോക്കൂ. നമ്മുടെ ഗീതയിൽ നമുക്ക് 16-ാം അധ്യായം പഠിക്കാനുണ്ട്. അതിൽ ദൈവാസുര സമ്പത്ത് വിഭാഗ യോഗം എന്ന് പറയുന്ന അധ്യായമുണ്ട്. ഗംഭീര അധ്യായം. 26 ദൈവിക ഗുണങ്ങൾ. ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട 26 ക്വാളിറ്റീസ് ഭഗവാൻ ആയിരക്കണക്കിന് കൊല്ലം മുഴുവൻ പറഞ്ഞു വെച്ചു. അഭയം, സത്വ, സംശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി, ദാനം, ദമശ്ചയത്തിശ്ച, സ്വാധ്യായസ്ഥപാദ്യം. അതിലെ അഭയം എന്ന് ഒന്നാമത്തെ എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ കൂടെ സത്യം ഉണ്ടാവും. പോലീസിനെ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോയത്, നമ്മൾ ഹെൽമെറ്റ് വെച്ച് ലൈസൻസ് ഉണ്ടെങ്കിൽ നമ്മളെ പോലീസിനെ കണ്ട പേടിക്കും. സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ടാണ് വരുന്നതെങ്കിൽ എന്നെ ഒരു ദിവസം പോലീസ് വിളിച്ചു, സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന്. അപ്പൊ ഇപ്പോഴുള്ള വണ്ടിയായിരുന്നില്ല, പഴയ വണ്ടിയായിരുന്നു. അത് ബീപ്പടിക്കില്ല. ഇതാണെങ്കിൽ നല്ലതാ, സീറ്റ് ബെൽറ്റ് ഇടുന്നവരെ ഇവനെ അലറിക്കൊണ്ടിരിക്കും. അവിടെ നമുക്ക് രക്ഷയില്ല, ഇത് ഇടും. മറ്റേ നമ്മൾ പൊതുവെ മടിയന്മാരാണ്, ഇതൊന്നും ഇടൂല. പക്ഷെ ഈ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഗോപാലന്റെ മൊമെന്റ്സില്ലേ, അവൻ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ലെങ്കിൽ ഒരിക്കലും മരിക്കില്ലായിരുന്നു. 100 കിലോമീറ്റർ വേഗതയിൽ ഈ ഇന്നോവ കാറങ്ങ് പോകുമ്പോൾ
ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ ഈ എയർ ബാഗ് വർക്ക് ചെയ്യില്ല. സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ മാത്രമേ എയർ ബാഗ് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ പിറകിൽ സീറ്റ് ബെൽറ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ലോങ് യാത്രയൊക്കെ പോകുമ്പോൾ, ചെറിയ യാത്രക്കല്ല, സീറ്റ് ബെൽറ്റ് മൊത്തം ധരിക്കും. ഇല്ലെങ്കിൽ എന്ത് സമയത്ത് നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രവർത്തിക്കില്ല? ഈ സീറ്റ് ബെൽറ്റ് ഇടാതെ ഈ എയർ ബാഗ് ഒന്ന് മുഖത്തടിച്ചാലോ മുഖം ചപ്പടായി പോകും. അതുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ് നമ്മളെ ഈ ഇതല്ല സീറ്റ് ബെൽറ്റ് എങ്കിൽ ഇതിന്റെ അപ്പുറം സീറ്റ് ബെൽറ്റ് പോകില്ല. അപ്പൊ നമ്മളിവിടെ പിടിച്ചവിടെ നിൽക്കും. സീറ്റ് ബെൽറ്റ് ധരിച്ച് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 80% അപകടം നമുക്ക് രക്ഷപ്പെടാം. ഒന്നുമില്ല, ഇവിടുന്ന് സാധനം എടുത്ത് വലിച്ച് ഇവിടെ ഇട്ടാൽ മതി. പക്ഷെ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട, അതൊക്കെ അതിന്റെ മുകളിലുണ്ട്. ഈ മടി പോലും നമുക്കുണ്ട് ഇല്ലേ? അതുപോലും നമ്മുടെ അശ്രദ്ധ. അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നത്, നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചയുടെയും കാരണം നമ്മളാണെങ്കിൽ ക്ഷയത്തിൽ നിന്നും എന്നെ രക്ഷിക്കുന്ന ക്ഷേത്രമാണ്. ഈ ക്ഷയത്തിൽ നിന്നും എന്നെ രക്ഷിക്കുവാനുള്ള ക്ഷേത്രത്തിലേക്ക് ഞാൻ എന്തിനാ പോകുന്നത്? ഞാൻ പോകുന്നത് നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി. എല്ലാ ദിവസവും സ്കൂൾ പോകുന്നില്ലേ? നമ്മൾ 10ാം ക്ലാസ് ഡിഗ്രി ഒക്കെ അല്ലേ? നമ്മൾ ഡിഗ്രി വരെ പഠിച്ചു. ഞാൻ ഡിഗ്രി വരെ പഠിച്ചു. 17 കൊല്ലം കാലം പോയത്. 1ാം ക്ലാസ് മുതൽ 17 വരിക, 17 ഡിഗ്രി കഴിഞ്ഞാൽ PG 15 കൊല്ലം. 15 കൊല്ലക്കാലം തുടർച്ചയായി ശനി ഞായറുടെ ബാക്കി എല്ലാ ദിവസവും പോയി. എന്തിനാ പോകുന്നത്? അറിവിനെ ആർജിക്കാൻ. നിങ്ങൾക്ക് ആധ്യാത്മികമായ ഉയർച്ച വേണം, നിങ്ങൾക്ക് മനസ്സിന് ശാന്തിയും സമാധാനം വേണം, നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ അത്തരമൊരു സ്കൂൾ എല്ലാ ദിവസവും പോണ്ടേ? ആ സ്കൂളാണ് എല്ലാ ഗ്രാമങ്ങളിലും നമ്മുടെ ആചാര്യന്മാർ ഉണ്ടാക്കിയ ആ വിദ്യാലയത്തിന്റെ പേരാണ് ക്ഷേത്രം. ഇത് ഡെയിലി ചെയ്യേണ്ടതാണ്. ഡെയിലി ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ, ഡെയിലി ചായ കുടിക്കാറില്ലേ, ഡെയിലി കുടിക്കാറില്ലേ? അങ്ങനെ ഡെയിലി അമ്പലത്തിൽ പോകുന്നത് നമ്മൾ അങ്ങനെ നിയമങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് അമ്പലത്തിൽ പോകാത്ത ഒരുത്തരെയും ഒരാളും ശാസിക്കാറില്ല. ഉണ്ടോ? വെള്ളിയാഴ്ച പള്ളിയിൽ 2 ആഴ്ച തുടർച്ചനെ വന്നില്ലെങ്കിൽ വീട്ടിൽ ആളെത്തും. പള്ളിയിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പുറത്തു പോകും. ബൈബിളിൽ ചോദ്യം ചെയ്യുന്ന ആളെ അടക്കുന്ന കുഴിയുടെ പേരെന്താ? തെമ്മടി കുഴി. എന്താ? ഇവിടെ രാമനെ ചോദ്യം ചെയ്ത ആളുകൾ അടക്കുന്ന കുഴിയുടെ പേരെന്താ? അതും രാമകുഴി തന്നെയാണ്. നമ്മൾ അടക്കുന്ന അതേ കുഴി തന്നെയാണ് അയാൾ അടക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് സംസ്കരിക്കുക. രാമനെ വിമർശിച്ചു എന്നുകൊണ്ട് ഒരാളും ഹിന്ദു എന്ന് പുറത്താവില്ല. ഇതിനെ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമർശതൈതശേഷേണ യഥേച്ഛസി തഥാ ഗുരു. ഭഗവത്ഗീതയിലെ അവസാനത്തെ അധ്യായം മോക്ഷ സന്യാസ യോഗം 63ാമത്തെ ശ്ലോകയാണ് പറഞ്ഞത്. ഇത് മുഴുവൻ അർജുനന് പറഞ്ഞു കൊടുത്തു. എന്തൊരു ഭാഗ്യവാൻ അർജുനല്ലേ, ഭഗവാന്റെ മുഖത്തിൽ നേരിട്ട് കേൾക്കാൻ പറ്റി. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം പറയാം, അർജുന ഞാൻ പറഞ്ഞു എന്നുകൊണ്ട് മാത്രം കണ്ണടച്ച് വിഴുങ്ങല്ലേ. വിമർശന ബുദ്ധിയോടുകൂടി നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ഇതൊരു കമ്പയറിംഗ് സ്റ്റഡി എന്ന് പറയും. നീ സ്റ്റഡിയാണ്. യഥേച്ഛസി തഥാ ഗുരു. ശരിയെ സ്വീകരിക്കണം, തെറ്റിനെ തള്ളിക്കളയണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ നീ വിജയിക്കുള്ളൂ. ഇത് പറയാൻ ലോകത്തിൽ ധൈര്യമുള്ള ഏക പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് ശ്രീമദ് ഭഗവത്ഗീത. അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ധർമ്മക്ഷേത്രം, ക്ഷേത്രം പഠിച്ചല്ലോ. കുരുക്ഷേത്രം ഇന്ന് തരിക. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമക പണ്ഡപശ്ചൈവ കിമ കുർവത സഞ്ജയ. അല്ലയോ സഞ്ജയ, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധം കൊതിച്ച് വന്നിരിക്കുന്ന എന്റെ മക്കളും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം എന്തൊക്കെയായി എന്ന് ചോദിക്കുന്നു. അതിന് സഞ്ജയൻ മറുപടി കൊടുക്കുന്നു. ദൃഷ്ടോത് പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തത ആചാര്യമുപസംഗമ്യ രാജ വചനമബ്രവീ. പടവെട്ടാൻ അണിനിരത്തിയ പാണ്ഡവ പടയെ കണ്ട് രാജാവായ ദുര്യോധനൻ ദ്രോണാചാര്യ അടുത്തിയെന്ന് താഴെ പറയും പ്രകാരം പറഞ്ഞു. രാജാവ് ആരാ? രാജാവ് ദുര്യോധനൻ. ദുര്യോധനൻ രാജാവാ. ആരുടെ മോന? ധൃതരാഷ്ട്ര മോന. രാജാവിനേക്കാൾ വലിയ രാജാധികാരം ആർക്കുണ്ടായിരുന്നു? ദുര്യോധനൻ. അതുകൊണ്ടാണ് അംഗരാജ്യത്തിലെ രാജാവായിട്ട് കർണനെ വാഴിക്കുവാൻ ഒരു പെർമിഷൻ ആരോട് ചോദിച്ചിട്ടില്ല? അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ? ഇവനെ വെച്ചിട്ട് എനിക്കൊരു കളി കളിക്കാം. അർജുൻ വിട്ട് പണി കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആളാണ് ആര്?